ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. ഇതെന്താണെന്ന് മനസ്സിലായ ആർക്കെങ്കിലും? ഇതൊക്കെയാണ് നമ്മളെ നാട്ടിൽ കാണുന്ന ആ കുടംപുളി. ഞങ്ങളെ നാട്ടിൽ കുടംപുളി എന്നാണ് കേട്ടോ പറയുന്നതിന്. ഇതിനി ഉണക്കി പാക്കറ്റൊക്കെ ആയിട്ട് നമ്മളെ കടകളിലൊക്കെ കിട്ടും. നല്ല വിലയാണ് ഈ സംഭവത്തിന്, ഈ സാധനത്തിന്. നല്ല കിലോക്ക് 300-350 രൂപ ഒക്കെ റേറ്റ് വരും. അപ്പോൾ ഇത് അടത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം, ഒരു കുരുവാണ്, ഒരു പഴം പോലെ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. നല്ല പുളിയും മധുരവും കൂടിയിട്ടുള്ള സാധനം. അപ്പോൾ നമുക്കിതൊക്കെ തൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് ഉപ്പ് കുഴച്ചിട്ട് വെക്കാം. എന്തായാലും ഇപ്പോൾ വെയിലൊന്നും ഇല്ലല്ലോ വെയിലത്തിടാൻ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഉണക്കിയിട്ട്, ഉണക്കാനില്ല, ഒന്നാമത് അടപ്പത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഉണങ്ങും. നമുക്കങ്ങനെ ചെയ്യേണ്ടത് ഉപ്പ് കുഴച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കറികൾക്കൊക്കെ ഇടാൻ പറ്റും. ഒരു വെടക്കാവയൊന്നും ചെയ്യില്ലത്. അപ്പോൾക്കപ്പോൾ നല്ല ഫ്രഷ് പുളിയായ കാരണം നമുക്ക് കഴുകിയിട്ട് വേണം കേട്ടോ. മണ്ണൊക്കെ കളഞ്ഞ് കഴുകി ലേശം ഉപ്പൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് അതിൽ നിന്ന് കറിക്ക് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് പൊളിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇങ്ങനായിട്ട് ഈ സാധനം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനത്. നമുക്ക് മാറ്റിയിടാം. എന്നിട്ട് ഇങ്ങനെ ചീന്തിയിട്ട് ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം എല്ലാം നല്ല വൃത്തിയായി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് കുഴയ്ക്കണം. നന്നായി കുഴച്ച് അപ്പോൾ നമുക്ക് ഡപ്പകളിൽ ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. നമുക്ക് അത് എടുത്തിട്ട് ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.